മക്കളെ, അപ്പൊ എല്ലാവർക്കും എജുപോർട്ടിന്റെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും പേടി സ്വപ്നം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 2 അല്ലെ. നമുക്കറിയാം ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന ചാപ്റ്റർ അക്ഷരാർത്ഥത്തിൽ ആളൊരു പാവത്താനാണ്. അതിനെ സമീപിക്കേണ്ട രീതിയിൽ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ശരിക്കും ഞാനൊരു സത്യം പറയട്ടെ, ഈ ചാപ്റ്ററിന്റെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയോ? അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഏതാണ് ആ പ്രശ്നം? ആ പ്രശ്നം കൃത്യമായിട്ട് അങ്ങ് പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ വളരെ സ്മൂത്ത് ആയിരിക്കും. അതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് അല്ലെ. കൃത്യമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. നമ്മൾ കുറച്ച് ആളുകളുടെ അറ്റോമിക് മാസ് നമ്മളൊന്ന് പഠിച്ചു വെക്കണം. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ആളാണ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 അല്ലെ. അടുത്തതായിട്ട് വരുന്നതാണ് കാർബൺ 12, അതേപോലെ തന്നെ നൈട്രജൻ 14 ഉണ്ട്, ഓക്സിജൻ 16 ഉണ്ട്, സൾഫർ 32 ഉണ്ട്, ക്ലോറിൻ 35.5, സോഡിയം 23 ആൻഡ് കാൽസ്യം 40. ഇത്രയും അറ്റോമിക് മാസുകൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. സാധാരണഗതിയിൽ ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാറുണ്ട്. എന്നിരുന്നാൽ പോലും ചില സാധനങ്ങൾ കണ്ടുപിടിക്കാൻ, ചില സംയുക്തങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ആവശ്യമുണ്ടാവും. ഞാൻ ഒന്നുകൂടി പറയാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ അറ്റോമിക് മാസ് തന്നിരിക്കും. അപ്പൊ അറ്റോമിക് മാസുകളെ പറ്റി നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ആദ്യമായിട്ട് ഇത്രയും അറ്റോമിക് മാസുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത് കൃത്യമായിട്ട് നമുക്ക് എന്തായിരിക്കും വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി അടുത്തതായിട്ട് മക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് മോളിക്കുലാർ മാസ്. നമുക്ക് കുറച്ച് വർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഈ മോളിക്കുലാർ മാസ് ആണ്. ശരിക്കും എന്താണ് ഈ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാവുന്നത് ഇറ്റ് ഈസ് സം ഓഫ് അറ്റോമിക് മാസ് എന്നാണ്. സം ഓഫ് അറ്റോമിക് മാസ് അതായത് അറ്റോമിക് മാസിന്റെ തുകയെയാണ് അറ്റോമിക് മാസിന്റെ തുക. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ അറ്റോമിക് മാസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇത് കൃത്യമായ രീതിയിൽ കൂട്ടുന്നതിനെയാണ്, അല്ലെങ്കിൽ കൂട്ടി പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാ സാറേ? ഒന്നുകൂടി ഒന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. മക്കളോട് ശ്രദ്ധിക്കൂ. ഇപ്പൊ നിങ്ങളോട് പറയുകയാണ് H2O മോളിക്കുലാർ മാസ് നമ്മളോടൊന്ന് കാണാൻ പറഞ്ഞു. H2O മോളിക്കുലാർ മാസ് അല്ലെ. അപ്പൊ H2O മോളിക്കുലാർ മാസ് എങ്ങനെയാ കാണുക? ഇതിന്റെ അകത്തുള്ള ഓരോ അറ്റോമിക് മാസുകളെ തമ്മിൽ കൂട്ടുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അറ്റോമിക് മാസുകളെ കൂട്ടുന്നതിനെയാണ് നമ്മൾ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഇനി അറ്റോമിക് മാസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റോമിക് മാസ് ഇവിടെയുണ്ട്. ഇവിടെയുണ്ട്. ഇതാണ് അറ്റോമിക് മാസ്. ആ അറ്റോമിക് മാസുകളെ കൂട്ടി പോകുന്നതിനെയാണ് നമ്മൾ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. H2O മോളിക്കുലാർ മാസ് കാണാൻ പറഞ്ഞാൽ നമുക്കറിയാം ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാണ് മക്കളെ? 1 അല്ലെ. ഓൾറെഡി ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തു, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1. അതേപോലെ തന്നെ ഓക്സിജന്റെ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16. ഇത് ജസ്റ്റ് അങ്ങോട്ട് കൂട്ടുക. എങ്ങനെയാ കൂട്ടുക അറിയോ? അപ്പൊ ഹൈഡ്രജൻ 2 ഉണ്ട് അല്ലെ. അപ്പൊ ഹൈഡ്രജൻ 2 എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1. അപ്പൊ 1 into 2 പ്ലസ് അല്ലെ. ഓക്സിജൻ ഇവിടെ ശരിക്കും 1 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓക്സിജൻ 16 എന്ന് എഴുതിയാൽ മതി. എവിടെയാണല്ലോ മക്കളെ? അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാണ്, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1. ആ ഹൈഡ്രജൻ 2 ഉണ്ട് അല്ലെ. അപ്പൊ 1 into 2. ഓക്കെ, ഇനി ഓക്സിജൻ്റെത് എത്രയാണ്? 16. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? 1 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 16 അല്ലെ. ടോട്ടൽ 18. അപ്പോൾ ജലത്തിന്റെ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ വാട്ടറിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 18 എന്ന് നമുക്ക് ഈസി ആയിട്ട് കിട്ടി. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കാം. ഇപ്പൊ കാർബൺ ഡയോക്സൈഡ്, ഇതിന്റെ മോളിക്കുലാർ മാസ് പ്രത്യേകം ശ്രദ്ധിക്കുക. മോളിക്കുലാർ മാസ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് മാസുകളെ കൂട്ടുന്നതിനെയാണ് നമ്മൾ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അപ്പൊ കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാണ് മക്കളെ? കാർബണിന്റെ അറ്റോമിക് മാസ് 12. ഓൾറെഡി നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. കാർബണിന്റെ അറ്റോമിക് മാസ് 12. ഓക്സിജന്റേത് 16. ഇത് ജസ്റ്റ് ഇതിലേക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. നോക്കൂ മക്കളെ, കാർബണിൻ്റെത് 12. ഒരു കാർബൺ മാത്രമല്ലല്ലോ. അപ്പൊ നമുക്ക് 12 എന്ന് മാത്രം എഴുതിയാൽ മതി. 12 പ്ലസ് അല്ലെ. തുകകളാണ്, അറ്റോമിക് മാസുകൾ ഇങ്ങനെ കൂട്ടി പോവാ. ഓക്സിജൻ 2 ഉണ്ട് അല്ലെ. ഒരു ഓക്സിജൻ എന്ന് പറയുമ്പോൾ 16. അപ്പൊ 16 into 2. 16 into 2. അപ്പൊ എത്ര വരും മക്കളെ? 12 പ്ലസ് 32. ടോട്ടൽ 44.
ഈസി ആണല്ലോ മക്കളെ. അപ്പൊ അറ്റോമിക് മാസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മോളിക്കുലാർ മാസ് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ അറ്റോമിക് മാസും മോളിക്കുലാർ മാസും നമുക്ക് മനസ്സിലായി. ഇതോടൊപ്പം തന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന മറ്റൊരു സാധനമാണ് ഏതെന്നറിയോ? വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ അറ്റോമിക് മാസും മോളിക്കുലാർ മാസും ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ത്രാസുകളും അതിനുള്ള ഉപകരണങ്ങളൊക്കെ കുറവാണ് എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ അറ്റോമിക് മാസും മോളിക്കുലാർ മാസും ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഇൻസ്ട്രുമെന്റുകൾ അത്ര അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് പരിചയമുള്ള ഒരു യൂണിറ്റിലേക്ക് ഇതിനെ മാറ്റണം. അറ്റോമിക് മാസിനെയൊക്കെ നമ്മൾ പരിചയമുള്ള ഒരു യൂണിറ്റിലേക്ക് മാറ്റുകയാണ്. ഒന്നുമില്ല, നമ്മൾ പഠിച്ചിരിക്കുന്ന അറ്റോമിക് മാസിന് ജസ്റ്റ് ഒരു ഗ്രാം ഇട്ട് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു ഗ്രാം അല്ലേ, നമുക്കറിയാം ഈ ഫിസിക്സിലും അതുപോലെ തന്നെ കെമിസ്ട്രിയിലും ഒക്കെ ഫിസിക്സിലും അതുപോലെ തന്നെ മാത്സിലും ഒക്കെ നമ്മൾ ഈ ഗ്രാമിലേക്ക് മാറ്റുന്നതും കിലോഗ്രാമിലേക്ക് മാറ്റുന്നതും അതുപോലെ തന്നെ മീറ്ററിൽ സെന്റിമീറ്ററിലൊക്കെ മാറ്റുമ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അങ്ങനെ കുറേ കലാപരിപാടികളുണ്ട്. എന്നാൽ കെമിസ്ട്രിയിൽ അറ്റോമിക് മാസിനെ ഗ്രാമിലേക്ക് മാറ്റാൻ ഒരു പണിയില്ല. അറ്റോമിക് മാസിന്റെ അവിടെ ഒരു ഗ്രാം ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാം അറ്റോമിക് മാസ്. ജസ്റ്റ് നിങ്ങൾ നോക്കി, അറ്റോമിക് മാസിന് ഗ്രാം ഇട്ട് കഴിഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ്. അങ്ങനെയാണെങ്കിലോ മോളിക്കുലാർ മാസിന് ഗ്രാം ഇട്ട് കഴിഞ്ഞാലോ ഗ്രാം മോളിക്കുലാർ മാസ്. ഒന്നുകൂടി ഞാൻ പറയാണ്, അറ്റോമിക് മാസും മോളിക്കുലാർ മാസും ഒക്കെ കാണാനുള്ള ത്രാസുകളും അതിന്റെ വെയിങ് ഗ്രാമുകളൊക്കെ ഒന്നുമില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് പരിചയമുള്ള ഒരു യൂണിറ്റിലേക്ക്, അതായത് ഗ്രാമിലേക്ക് മാറ്റാണ്. അറ്റോമിക് മാസിന് ജസ്റ്റ് ഒരു ഗ്രാം ഇട്ട് കഴിഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസായി. മോളിക്കുലാർ മാസിന് ജസ്റ്റ് ഒരു ഗ്രാം ഇട്ട് കഴിഞ്ഞാൽ ഗ്രാം മോളിക്കുലാർ മാസുമായി. ആ ജസ്റ്റ് എന്താണെന്ന് നോക്കണ്ടേ? ഇവിടെ നോക്കി നിങ്ങൾ, ഇതൊക്കെ അറ്റോമിക് മാസുകളാണ് അല്ലെ. അറ്റോമിക് മാസുകളിൽ ജസ്റ്റ് നമുക്ക് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് നമുക്ക് എടുക്കാം. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാ? 1 അല്ലെ. അറ്റോമിക് മാസ് ഇസ് ഈക്വൽ ടു 1. ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യാ, നിങ്ങൾ ഇവിടെ ഒരു ഗ്രാം അങ്ങോട്ട് ഇടുക, ആ ഗ്രാം ഇവിടേക്ക് വിടുക. അവിടെ ഗ്രാം ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയും ഗ്രാം ഇടുക. ഇത്രയേ ഉള്ളൂ. എന്ത് എളുപ്പമാണെന്നറിയോ? അറ്റോമിക് മാസിന് ജസ്റ്റ് ഒരു ഗ്രാം ഇട്ട് കൊടുക്കുക. അറ്റോമിക് മാസ് സാധാരണഗതിയിൽ 1U എന്നാണ് പറയുക. അവിടെ ആ യൂണിറ്റിന്റെ അവിടെ നമ്മൾ ഒരു ഗ്രാം അങ്ങോട്ട് കൊടുക്കുക. അവിടെ ഗ്രാം ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയും ഗ്രാം കാണണം. പ്രത്യേകം ശ്രദ്ധിക്കണേ. അറ്റോമിക് മാസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 എന്ന് പറയണം അല്ലെ, 1U എന്നൊക്കെ പറയാം. എന്നാൽ ഗ്രാം അറ്റോമിക് മാസ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ നിർബന്ധമായിട്ടും 1 ഗ്രാം എന്ന് പറഞ്ഞിരിക്കണം. അവിടെ ഗ്രാം കണ്ടാൽ ഇവിടെയും ഗ്രാം ഉണ്ടാവണം. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ മോളിക്കുലാർ മാസ് കണ്ടുവച്ചിട്ടുണ്ട്. ഇതൊരു മോളിക്കുലാർ മാസ് ആണ്. അതേപോലെ തന്നെ ഇതും മോളിക്കുലാർ മാസ് ആണ് അല്ലെ. ഇവിടെ നോക്കിക്കോളാം മക്കളെ, നോക്കിക്കോളാം. ഈ മോളിക്കുലാർ മാസ്, ഇപ്പൊ മോളിക്കുലാർ മാസ് ഈസ് ഈക്വൽ ടു 18 എന്നല്ലേ. ഇവിടെ ജസ്റ്റ് ഒരു ഗ്രാം ഇടുക. ആ ഗ്രാം ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയും ഗ്രാം വേണം. കേട്ടോ, അവിടെ ഗ്രാം ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയും ഗ്രാം വേണം. ഇവിടെ ഗ്രാം ഇട്ട് കഴിഞ്ഞാൽ അവിടെയും വേണം. റെഡിയാണല്ലോ? അപ്പൊ മോളിക്കുലാർ മാസ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 ഗ്രാം. മോളിക്കുലാർ മാസ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 ഗ്രാം. റെഡി? അപ്പുറത്ത് ഗ്രാം പറഞ്ഞാൽ ഇപ്പുറത്തും ഗ്രാം നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കണം. ഇനി അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? മോളിക്കുലാർ മാസ് ഈസ് ഈക്വൽ ടു 44. അങ്ങനെയാണെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് എത്രയാ മക്കളെ? നോക്കിയോളി, ഗ്രാം മോളിക്കുലാർ മാസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ജീട്ടാൽ ഇവിടെയും ജീടണം. ദാറ്റ്സ് ഓൾ. ഇതിനാണോ നിങ്ങൾ ഇത്രയും പേടിച്ച് കളിച്ചത്? അപ്പൊ 4 പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്സ് ആണ് ഏത്? അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അറ്റോമിക് മാസിന് ഗ്രാം ഇട്ട് കഴിഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസായി. ഇനി മോളിക്കുലാർ മാസിന് ഗ്രാം ഇട്ട് കഴിഞ്ഞാൽ ഗ്രാം മോളിക്കുലാർ മാസുമായി. അതെങ്ങനെ കണ്ടുപിടിക്കണം, ഏത് രീതിയിൽ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. കൃത്യമായിട്ട് മനസ്സിൽ അങ്ങോട്ട് കുടിയിരുത്തുക. ഇത് വെച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാപ്റ്ററിൽ ഡെവലപ്പ് ചെയ്യുന്നത്. മക്കൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരന്മാർക്കും അതുപോലെ തന്നെ കൂട്ടുകാരികൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എഡ്യൂപോർട്ടിൻ്റെ ഈ ഒരു ക്ലാസ് ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങൾ വിലയേറിയ കമൻറ്റുകൾ അടിയിൽ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.